ഹലോ എവരി വൺ. ഫെയിലിയർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് സാറ്റിന്റെ ഡാറ്റ ഉപയോഗിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇത് +2 സയൻസിൽ ഫെയിലായ ഒരു കുട്ടീന്റെ സാറ്റിന്റെ റിസൾട്ടാണ്. ഈ കുട്ടി ഒരു റിസ്കിലാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരു കൊല്ലം മുമ്പേ അഡ്വാൻസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള റീസൺസ് ആണ് ഞാൻ ചുവടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ടുള്ളത് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ സയൻസിന് വേണ്ട അനലിറ്റിക്കൽ ന്യൂമറിക്കൽ ക്ലസ്റ്റർ, ഫോർ എക്സാമ്പിൾ സ്പേഷ്യൽ, അബ്സ്ട്രാക്ട്, ന്യൂമറിക്കൽ, മെക്കാനിക്കൽ, ഈ കാര്യങ്ങളെല്ലാം ബിലോ മീനിലാണ് നിൽക്കുന്നത്, നെഗറ്റീവിലാണ് ഓൾ ഓവർ നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ടെസ്റ്റിൽ എല്ലാ സബ്ജക്റ്റുകളും ആവറേജിൽ താഴെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ വിസിബിൾ ആണ്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം, ഈ കുട്ടീന്റെ ക്ലാസ് 6th തൊട്ട് 10th വരെയുള്ള ഒരു ഇവല്യൂഷനിൽ വളരെ അൺസ്റ്റേബിളും വോളറ്റൈലും ആയിട്ടാണ് എല്ലാ സബ്ജക്റ്റുകളും പെർഫോം ചെയ്തിരിക്കുന്നത്. അതായത് എഫേർട്ടിലും ഹാർഡ് വർക്കിലും വലിയൊരു ഡിക്ലൈൻ വന്നു എന്നുള്ള ഒരു കാര്യം വളരെ കൃത്യമാണ്. നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിസ്ക് എന്നുള്ളൊരു കാര്യം നമുക്ക് മാപ്പ് ചെയ്യാൻ 3 റീസൺസ് ഉണ്ട്. പക്ഷെ ഒരു ലാർജർ ഡാറ്റാബേസിൽ ഈ കുട്ടി എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കയ്യിലുള്ള ഡാറ്റാബേസ് വെച്ചിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡിലും നോളജിലും എഫേർട്ടിലും ഏറ്റവും ടോപ്പ് 20% പെർഫോം ചെയ്തിരിക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അതിന്റെ ആവറേജിലുള്ള ഒരു 60% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ബോട്ടത്തിലുള്ള 20% ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡിലും കുറവുണ്ട്, നോളജിലും കുറവുണ്ട്, എഫേർട്ടിലും കുറവുള്ള ഒരു കുട്ടികളെ, ഈ കുട്ടികളെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പാരന്റ്സിനും സ്കൂളിനും ടീച്ചേഴ്സിനും കുറച്ചുകൂടെ കെയർ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് ഈ ഫെയിലിയർ എന്നുള്ള ഒരു കാര്യം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനുള്ള ഒരു പ്രോബബിലിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കാം. അതിനുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാട്ടിത്തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റാങ്ക് ബൈ ഗ്യാപ്പിൽ 5th വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അവിടെ ഞാൻ പറഞ്ഞ പോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും നെഗറ്റീവാണ്, സ്പെസിഫിക് ആയിട്ട് സയൻസ് പഠിക്കുന്ന ഒരു കാര്യത്തിൽ നോളജിലും നെഗറ്റീവാണ്, ഗ്യാപ്പ് നെഗറ്റീവിലാണ്, സിഗ്നിഫിക്കന്റ്ലി അണ്ടർ അച്ചീവിംഗ് ആണ്. അതായത് കെയർ ചെയ്തില്ലെങ്കിൽ ഈ കുട്ടി സയൻസിൽ ഫെയിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ ഹൈ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മുമ്പേ അറിയാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ പോകുമ്പോഴും കാണാം, ഈ ക്ലാസിഫൈ ചെയ്ത കുട്ടികളെ സിഗ്നിഫിക്കന്റ്ലി അണ്ടർ അച്ചീവിങ്ങും അലൈൻഡ്, അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡും നോളജും എഫേർട്ടും ഒരേപോലെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും എബോവ് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരും, അതായത് എക്സിസ്റ്റിംഗ് ഉള്ളതിനേക്കാൾ എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ, ഈ 4 കാറ്റഗറിയിലുള്ള കുട്ടികളെയും നമ്മൾ ഇന്റർവെൻ ചെയ്യേണ്ടത് വളരെ വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറ്റിന്റെ റിസൾട്ട് കൊണ്ട് ഫെയിലിയർ അഡ്വാൻസ് ആയി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അനാലിസിസിൽ കൂടെ റിസ്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന്റെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ലാർജർ നമ്മുടെ ഡാറ്റാബേസിൽ ഈ കുട്ടികളെ പ്ലോട്ട് ചെയ്യുന്നതനുസരിച്ച് ലാർജർ പോപ്പുലേഷനിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് നമുക്ക് ഈ കുട്ടികളെ ഇൻഡിവിജ്വൽ ആയിട്ട് മാപ്പ് ചെയ്യാനും സാധിക്കും എന്നുള്ളൊരു കാര്യം കൃത്യമാണ്. ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഇന്റർവെൻ ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ 10th ശേഷം സയൻസ് അല്ലായിരുന്നു ഈ കുട്ടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോയ്സ്. അത് ഈ ഇന്റൻസിറ്റി കുറേം കൂടെ കുറയ്ക്കാൻ സഹായമായേനെ. താങ്ക് യു സോ മച്ച്.